ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊണ്ണേഷ് മെൽബിൻ മെൽബിൻ പുതിയൊരു ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. അവന് ഉത്തരം പിടികിട്ടിയിരിക്കുന്നു. എന്താണ് പൂളിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭത്തിന്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ട് ശനിയാഴ്ച രാത്രി തരുന്നതല്ല പൂളിംഗം എന്നാണ് അവൻ പറയുന്നത്. പൂളിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ ഐഡിയുടെ പകുതി എടുത്തിട്ട് നമുക്ക് തന്നെ വീതിച്ച് തരുന്ന ഒരു പരിപാടിയാണ് പൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്ന ഡിജിറ്റൽ ഐഡിനെയൊക്കെ വിശ്വസിക്കാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ദബുദ്ധികളെ പോലും കേരളത്തിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും തന്നെ അറിയാം ഡിജിറ്റൽ ഐ ഡി എന്താണ് എന്ന്. ഡിജിറ്റൽ ഐ ഡിയെ അഡ്വാൻസ് കൂപ്പണാക്കി മാറ്റിയത് നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് എന്ന് അറിയാത്ത ഒരു കുഞ്ഞു പോലും ഹൈറിച്ചിൻ്റെ ഭാഗമായിട്ട് ഇന്നുണ്ടാവില്ല. അപ്പോൾ ഇവ പറയുന്നത് ഇതൊക്കെ അഡ്വാൻസ് ആണ്, റിഡീം ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരാൾ റിഡീം ചെയ്തിട്ടുണ്ടോ? ഇവർ കൊടുക്കുന്ന 10,000 രൂപ, 10,000 പോട്ടെ, 10,000-ൻ്റെ എത്ര ഐഡികളാണ് സാധാരണക്കാരും മറ്റുള്ളവരും എടുത്തിരിക്കുന്നത്. 4 കോടിയുടെ റെഡീം കൂപ്പൺ എടുത്ത ആൾക്കാരുണ്ട് എന്നാണ്. 4 കോടിക്ക് റെഡീം കൂപ്പൺ എടുത്ത 4,000 റെഡീം കൂപ്പൺ എടുത്ത ആൾക്കാർ ദിവസം 1 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരൊന്നും റിഡീം കൂപ്പൺ വാങ്ങിയത്, ഇതുപോലെ അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിയത് നമ്മൾ ചില തട്ടിപ്പ് ജ്വല്ലറിയുടെയൊക്കെ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ 50 രൂപയും 100 രൂപയും വെച്ച് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പണിക്കൂലിയില്ലാതെ അല്ലെങ്കിൽ ഇന്നത്തെ വിലയിൽ നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞിട്ട് സ്വർണം വാങ്ങാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ജ്വല്ലറിയുടെ സമയത്ത് വില ചെരുപ്പ് കടയും ഉണ്ടാവും, പൂട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവൻ പറയുന്നത് ഇതുപോലെ റിഡീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നത്, അത് വെച്ചിട്ട് കമ്പനി വിപുലീകരിക്കും എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഇതിൽ നിന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റെഡീം ചെയ്തിട്ട് ഇവര് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി സൂപ്പർ മാർക്കറ്റുകളെ മുതലാളികളുടെ എല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർക്കുലർ ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചുരുങ്ങിയത് ഒരു മാസം 500 രൂപയുടെയെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്ന്, റിഡീം ചെയ്യാനല്ല പറയുന്നത്, സാധനങ്ങൾ വാങ്ങണമെന്ന് സർക്കുലർ ഇറക്കേണ്ട ഗതികേടിലായിരുന്നു കമ്പനി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇതുപോലെ ഫ്രാഞ്ചൈസി എടുത്ത സൂപ്പർ മാർക്കറ്റുകളുടെ ഓണേഴ്സ് ഈച്ചേനെ ആട്ടി അടക്കുകയാണ്. അല്ല, ഈച്ച പോലും കയറൂല, അവിടെ സാധനങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഈച്ച കയറൂ. അപ്പോൾ അങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ് അവിടെയൊക്കെ. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ് ചില ഷോപ്പുകളുടെയൊക്കെ കോലം എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് പെട്ടിക്കട എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചില അഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ ഓരോ ഷോപ്പുകളുടെ ഫോട്ടോ ഒക്കെ കണ്ടത്. ചില ആളുടെ വീടിനെയാണ് ആ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളെ ലാഭമല്ല എന്ന് സൂപ്പർ മാർക്കറ്റുകൾ നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാർ തന്നെ പറഞ്ഞതാണ്. 3 സൂപ്പർ മാർക്കറ്റുകൾ നടത്തിയ ആളായിരുന്നു ജിനിൽ ജോസഫ്. അവന് കടം 15 ലക്ഷമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ അതുമാത്രം നടത്തിയാൽ പോരെ, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ ഐ ഡി എന്നുള്ള മണി ചെയിനിലേക്ക്, പക്ക മണി ചെയിനിലേക്ക് നടന്നത്. 10,000 രൂപ ഒരാളെടുക്കുന്ന വാങ്ങുമ്പോൾ 1000 രൂപ അവന് തന്നെ കമ്മീഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഇറങ്ങി പുറപ്പെടുകയാണ്. പിന്നെയുള്ളത് ഇവൻ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഇവർ തുടങ്ങിയതെന്നാണ്. ഇന്ത്യയിൽ
150 കോടി ജനങ്ങളുണ്ട് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം 144 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ മെൽബിനെ ഇന്ത്യയിൽ. 144 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ 150 കോടിയൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ അധിവസിക്കുന്നില്ല. പിന്നെ ഇവൻ്റെ മറ്റൊരു വാദം എന്ന് പറയുന്നത്, പൂട്ടിപ്പോവാനാണെങ്കിൽ ഇവരെന്തിനാണ് കേരളത്തിൽ കമ്പനി തുടങ്ങിയത് എന്നാണ്. അപ്പോൾ നാനോ എക്സലും പിന്നെ നമ്മുടെ ഗ്രീൻകോവും ഒക്കെ തുടങ്ങിയത് കേരളത്തിൽ തന്നെയായിരുന്നു. അതൊക്കെ വലിയ തട്ടിപ്പായിരുന്നു. കോടതികൾ അത് തട്ടിപ്പാണെന്ന് കണ്ടെത്തുകയും പ്രതാപനെ ശിക്ഷിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതിൽ കൊടുക്കാനുള്ള പണം ഒക്കെ കൊടുത്തു തീർത്തിരുന്നത് ഹൈറിച്ച് എന്ന സ്ഥാപനം നടത്തിയിട്ടാണ്. ഹൈറിച്ചിൽ നിന്ന് കിട്ടിയ പൈസ എടുത്തിട്ട് ഗ്രീൻകോയിലെ കടം വീട്ടുകയായിരുന്നു അവൻ ചെയ്തിരുന്നത്. അതുപോലെ ഹൈറിച്ചിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ കമ്പനി തുടങ്ങുകയല്ല. പഠിച്ചു, കേരളത്തിൽ ശരിയാവില്ല എന്ന് പഠിച്ചു. എന്നിട്ട് പിജീഷിനെ ജാർഖണ്ഡിൽ പറഞ്ഞയച്ചിട്ട് അവിടെ ഒരു ഫേക്ക് അഡ്രസ്സിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരികയാണ്. ഹൈറിച്ച് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൈറിച്ച് ഇന്നോവേഷനെ കുറിച്ച് ജിനിൽ ജോസഫ് തന്നെ പറയുന്ന വാക്കുകൾ. അതുപോലെ തന്നെ ഹൈറിച്ച് ഇന്നോവേഷനെ പറ്റി ആരും തന്നെ വീഡിയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ചെയ്യുന്നില്ല. അതിൻ്റെ പ്ലാൻ പോലും ആർക്കും ലഭ്യമല്ല. ഇപ്പോൾ ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റ് ഇറക്കുകയാണ്. നാദനും നരിയുമില്ലാത്ത, ആരാണോ ഇത് പിടച്ചു വിടുന്നത് എന്ന് പോലും വ്യക്തമാക്കാത്ത, ശബ്ദമില്ലാത്ത, മുഖമില്ലാത്ത സംഭവങ്ങൾ അയക്കുകയാണ്. ഹൈറിച്ച് ഇന്നോവേഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇന്നൊക്കെയാണ് വേണ്ടത്. അതിനും ഗൂഗിൾ ഷീറ്റാണ്. ആർക്കെങ്കിലും കടിക്കുന്നുണ്ടോ ഈ പൈസ? ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ വെച്ചിട്ട് കടിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർ മാത്രമാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ വീണ്ടും വീണ്ടും പൈസ ഇടുകയുള്ളൂ. ജിനിൽ ജോസഫിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യാതൊരുവിധ അനുമതിയുമില്ലാത്ത, യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ വീണ്ടും പറ്റിക്കാൻ എന്നെ കിട്ടില്ല എന്നാണ് ജിനിൽ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കുക, ഇതാണ് പ്രതാപൻ്റെ മുൻകാല ചരിത്രം എന്ന് പറയുന്നത്. പല പല കമ്പനികളും നടത്തി പൊളിച്ച് അതിൽ കേസ് വരുന്നവർക്ക് പണം കൊടുത്ത് ഒതുക്കി തീർക്കുന്ന പാരമ്പര്യമുള്ളവനാണ് പ്രതാപൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും പാർട്ട്ണർമാർ എന്ന് വിളിക്കുന്നത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 200-ലധികം പാർട്ട്ണർമാർ പാടില്ല. എന്നാൽ ഇവിടെ പറയുന്നത് 1,80,00,000 ആൾക്കാരെയും പാർട്ട്ണർമാർ എന്നാണ്. എങ്ങനെ ഇതാണ്? ഏത് നിയമത്തിലാണ്, ഏത് രാജ്യത്തെ നിയമമാണ് നിങ്ങൾ പാലിക്കുന്നത്? നിങ്ങൾ മണി ചെയിൻകാർ യാതൊരുവിധ നിയമവും പാലിക്കാത്തവരാണ്. പക്ഷേങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? നിങ്ങളെ എല്ലാവരും പാർട്ട്ണർമാരെന്ന് വിളിക്കുന്നു. കള്ളത്തരത്തിൻ്റെ പാർട്ട്ണർമാർ, പറ്റിപ്പിൻ്റെ പാർട്ട്ണർമാരാണ് നിങ്ങളൊക്കെ. നിയമപരമായി നിങ്ങളൊന്നും പാർട്ട്ണർഷിപ്പിലേക്ക് വരില്ലെങ്കിലും ഇത്തരം തട്ടിപ്പുകളുടെ പങ്കാളികളാണ് നിങ്ങളൊക്കെ. അതൊക്കെ യാഥാർത്ഥ്യത്തിൽ ശരിയാണ്. ഇത്തരം തട്ടിപ്പുകളുടെ പങ്കാളികൾ തന്നെയാണ് മെൽബിനും മറ്റുള്ള എല്ലാവരും തന്നെ. അപ്പോൾ ഇങ്ങനെ പണം 10,000 ഇട്ടവന് 30,000 കൊടുക്കാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ 10,000 ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷം കഴിഞ്ഞ് 7% പലിശയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 700 രൂപയാണ്. അപ്പോൾ 10,000-ന് 700 രൂപ കിട്ടുന്ന സമയത്ത് അതെങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ബാങ്ക് അതിനേക്കാൾ കൂടിയ പൈസക്ക് പലിശക്ക് കൊടുത്തിട്ടാണ് 12%, 13% ലോണ് കൊടുത്തിട്ടാണ് നമുക്ക് 7% വേണ്ടുന്ന 700 രൂപ ബാങ്കുകൾ തരുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നല്ല വരുമാനം ഉണ്ടാവണം, കച്ചവടം ഉണ്ടാവണം. അപ്പോൾ അതിലുള്ള ലാഭം എടുത്തിട്ടാണ് നമുക്ക് ലാഭവിഹിതം തരുന്നത്. ഇവിടെ ഹൈറച്ചിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹൈറച്ചിൻ്റെ ഷോപ്പുകളിൽ ആരും തന്നെ കയറുന്നില്ല, സാധനങ്ങൾ ഇവർ സപ്ലൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ HROTT ആരും തന്നെ കാണുന്നില്ല. ഈ ഒരു സിനിമ പോലും അവിടെ നല്ല രീതിയിൽ ഓടുന്നില്ല. സിനിമ കൊടുത്തവന് പണം പോലും തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്നും വരുമാനം കിട്ടുന്നില്ല. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വരുമാനം കിട്ടുന്നില്ല. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും തന്നെ പൂളിംഗം കൊടുക്കുന്നു. 98 രൂപയും 100 രൂപയും 115 രൂപയും പൂളിംഗം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് ആദ്യം ചേർന്നവർക്കൊക്കെ 10,000 വിട്ടിട്ടുണ്ടെങ്കിൽ 60,000 വരെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ചുരുങ്ങി 10,000 വിട്ടവന് 3 വർഷം കൊണ്ട് 30,000 കൊടുക്കുമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ പണം 3 ഇരട്ടിയായി വർദ്ധിക്കുന്നത്? പണം ഇരട്ടിപ്പിക്കാനുള്ള വല്ല യന്ത്രവും വെച്ചിട്ടുണ്ടോ ഇവൻ? അപ്പോൾ യാതൊരു വിധത്തിലുള്ള ബിസിനസ്സോ സർവീസോ നടത്താതെ ഇങ്ങനെ ആൾക്കാരുടെ പണം വാങ്ങി മറ്റുള്ളവർക്ക് വീതിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് പ്രതാപൻ ചെയ്തിരുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. മെൽബിനെ, നീ എന്തിനാണ് ഇങ്ങനെ ഈ കളവ് പറയുന്നത്? നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്. നീ ഒരു ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ഒരുത്തനാണ്. നിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ മനസ്സിലായത് നിനക്കിത് മനസ്സിലാവാൻ തക്ക കഴിവില്ലാത്തവനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് പോലും ഇപ്പോൾ സംശയം തോന്നുന്നത്. ഞാൻ പറയുന്നത് ആർക്കും തന്നെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാവുക, അല്ലേ എന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കുക എന്നാണ് നീ ഈ ഇന്നത്തെ വീഡിയോയുടെ അവസാനം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള സർവീസും നടത്താതെ, യാതൊരു വിധത്തിലുള്ള ബിസിനസ്സും സക്സസ് ആയിട്ട് നടക്കാതെ നിങ്ങൾ എങ്ങനെയാണ് 3 ഇരട്ടി പണം കൊടുക്കുന്നത്? 3 ഇരട്ടി പണം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ പണം, ഇന്ന് ചേർന്നവൻ്റെ പണം എടുത്തിട്ട് ഇന്നലെ ചേർന്നവന് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. 10,000 രൂപയ്ക്ക് കൃത്യമായിട്ട് 90 രൂപയും 100 രൂപയും കിട്ടുമ്പോൾ അവർ കടമെടുത്തിട്ടോ പറമ്പ് വിറ്റിട്ടോ 1 ലക്ഷം കൊടുക്കുന്നു. ഇല്ല, കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് 1 ലക്ഷം ഇട്ടാൽ 3 ലക്ഷം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. അതുപോലെ തന്നെ പൈസയുള്ളവർ കോടിക്കണക്കിന് രൂപ ഇടുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപയിൽ നിന്ന് എടുത്തിട്ട് ഈ 10,000 വിട്ടവന് 30,000 രൂപ കൊടുക്കാൻ സാധിക്കുമെന്നത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അങ്ങനെ മാത്രമാണ് ഈ കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അത് കുറച്ചു കാലം കൂടി, 1-2 മാസം കൂടി മാത്രമേ അത് പ്രവർത്തിക്കുമായിരുന്നുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ ഡെപ്പോസിറ്റുകൾ നിലച്ച സമയത്ത് കൂടിയാണ് പോലീസിൻ്റെയും മറ്റ് അധികാരികളുടെയും ഇടപെടലുകൾ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക. സർക്കാർ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ പല കാരണം പറഞ്ഞിട്ട് പ്രതാപൻ തന്നെ ഇതിനെ പൊളിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയിപ്പോയി. ബൈ.